മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റവന്യൂ ഭൂമി കയ്യേറി കോടികളുടെ പാറ ഖനനം നടത്തിയവർക്കെതിരെ നടപടികൾ വൈകുന്നു. ഉടുമ്പൻചോല പഞ്ചായത്തിലെ CHR ചേർന്നുള്ള റവന്യൂ ഭൂമിയിൽ നിന്ന് പൊട്ടിച്ചു കടത്തിയത് കോടികളുടെ പാറ. തോണ്ടിമലയിലെ കയ്യേറ്റത്തിനെതിരെ പരിസ്ഥിതി സംഘടനകൾ രംഗത്ത്. കയ്യേറ്റം ഒഴിപ്പിച്ച പ്രദേശം അതീവ പരിസ്ഥിതി പ്രാധാന്യത്തോടെ സംരക്ഷിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകൻ K. ബുൾബേന്ദ്രൻ. കാട്ടുപന്നികളെ വെടിവെക്കാനാകാതെ പഞ്ചായത്തുകൾ. വെടിവെക്കാൻ അനുമതിയുള്ള ഷൂട്ടർമാരുടെ തോക്കുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പുതുക്കാത്തത് 40 ലൈസൻസുകൾ. കേരള സ്പോർട്സ് കൗൺസിലിന് കീഴിൽ ഇടുക്കി നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന സെൻട്രലൈസ്ഡ് സ്പോർട്സ് ഹോസ്റ്റൽ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഈ അധ്യയന വർഷം ഇവിടെ എത്തിയത് ഒരു കായിക താരം മാത്രം. വിശദമായ വാർത്തകളിലേക്ക്. വീട് വെക്കുന്നതിന് പോലും സ്വന്തം പട്ടയഭൂമിയിലെ കല്ല് പൊട്ടിക്കാൻ അനുമതി ലഭിക്കാത്ത നാട്ടിൽ നിന്നും റവന്യൂ ഭൂമി കയ്യേറി കോടികളുടെ പാറ ഖനനം നടത്തിയവർക്കെതിരെ നടപടികൾ വൈകുന്നു. ഉടുമ്പൻചോല പഞ്ചായത്തിലെ CHR ചേർന്നുള്ള പ്രദേശത്ത് നിന്നുമാണ് റവന്യൂ ഭൂമിയിലെ പാറ പൊട്ടിച്ച് കടത്തിയത്. കേസെടുത്ത് പിഴ ഈടാക്കാൻ നിർദ്ദേശിച്ചെങ്കിലും പിഴ അടയ്ക്കുന്നതിന് കയ്യേറ്റക്കാർ തയ്യാറായിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് അനധികൃതമായി പൊട്ടിച്ച പാറയുടെ റോയൽറ്റി ഇനത്തിൽ അടയ്ക്കാനുള്ളത്. വലിയ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നിലനിൽക്കുമ്പോഴാണ് പട്ടാപ്പകൽ കോടികളുടെ പാറ പൊട്ടിച്ചു കടത്തിയത്. ചതുരംഗപ്പാറ വില്ലേജിലെ പാപ്പൻതാവളത്തിൽ സർവേ നമ്പർ 35/1 സർക്കാർ ഭൂമിയിൽ നിന്നുമാണ് അനധികൃതമായി പാറ ഖനനം ചെയ്ത് കടത്തിയത്. സംഭവത്തിൽ പൂഞ്ഞാർ സ്വദേശി കൊച്ചേട്ടണ്ണിയിൽ ജോർജ് ജോൺ, പാലാ സ്വദേശി വാലുപാറയിൽ V. വിനോദ് എന്നിവർക്കെതിരെ പോലീസും കേസെടുത്തിരുന്നു. ഒപ്പം പൊട്ടിച്ചു കടത്തിയ പാറയുടെ റോയൽറ്റിയായി 11,23,700 രൂപ പിഴയടയ്ക്കുവാനും നിർദ്ദേശിച്ചു. എന്നാൽ പാറ പൊട്ടിച്ചു കടത്തി വിൽപ്പന നടത്തി കോടികൾ തട്ടിയ ഇവർ പാറമടയും ഉപേക്ഷിച്ച മലയിറങ്ങിയതല്ലാതെ 1 രൂപ പോലും സർക്കാരിലേക്ക് അടച്ചിട്ടില്ല. ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി പോലും പാറ പൊട്ടിക്കുവാൻ അനുമതിയില്ലാത്ത നാട്ടിൽ നിന്നാണ് കോടികളുടെ പാറ റവന്യൂ ഭൂമിയിൽ നിന്ന് പൊട്ടിച്ചു കടത്തിയതെന്നതും കാണേണ്ടതാണ്. അല്ലെങ്കിൽ റവന്യൂ വകുപ്പുകാർ ഈ കൊള്ള നടത്തിയിട്ട് അത് കാണാത്ത മട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ റവന്യൂ ഭൂമിയിൽ നിന്ന് പാറ കടത്താൻ വേണ്ടി ശ്രമം നടത്തിയവർക്കെതിരെയും അതുപോലെ തന്നെ ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത വലിയൊരു രാഷ്ട്രീയ നേതാക്കന്മാരും ഇതിന് പിന്നിലുണ്ട്. ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ ഇതിന് പിന്നിലുണ്ട്. 3500ഓളം മെട്രിക് ടൺ പാറയാണ് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത്. അതിന് പോലീസ് ഉൾപ്പെടെ അതുപോലെ പോലീസ് FIR ഇടുകയും റവന്യൂ വകുപ്പിൽ നിന്ന്
വില്ലേജ് ഓഫീസിൽ ഉൾപ്പെടെയുള്ളവർ വന്ന് ഇതിന് FIR ഇടുകയും ചെയ്തിട്ട് പോലും 1 രൂപ പോലും അടപ്പിക്കാതെയും അതിന് നടപടിയെടുക്കാതെയും രീതിയിലാണ് നിലവിൽ റവന്യൂ വകുപ്പുകാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുമാത്രമല്ല, ഉടുമ്പൻചോല പഞ്ചായത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രദേശത്തു നിന്നും അനുമതിയുടെ മറവിൽ അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചവരും വേറെയുണ്ട്. ഇവരും റോയൽറ്റി ഇനത്തിലുള്ള തുക സർക്കാരിലേക്ക് അടയ്ക്കാതെ പാറമട ഉപേക്ഷിച്ച് മലയിറങ്ങുകയാണ് ചെയ്തത്. സർക്കാർ ഭൂമിയിലെ പാറ മോഷ്ടിച്ച് വിൽപ്പന നടത്തി കോടികൾ കൈക്കലാക്കിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. പൂപ്പാറ തോണ്ടിമലയിലെ കയ്യേറ്റത്തിനെതിരെ പരിസ്ഥിതി സംഘടനകൾ രംഗത്ത്. തോണ്ടിമലയിൽ കയ്യേറ്റം നടത്തിയിരുന്ന പ്രദേശം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ളതാണെന്നും നീലക്കുറിഞ്ഞികളടക്കം പറിച്ചെറിഞ്ഞാണ് കയ്യേറ്റമെന്നും കയ്യേറ്റം ഒഴിപ്പിച്ച് പ്രദേശം അതീവ പരിസ്ഥിതി പ്രാധാന്യത്തോടെ സംരക്ഷിക്കണമെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് റവന്യൂ മന്ത്രിക്കടക്കം പരാതി നൽകുമെന്നും ബുൾബേന്ദ്രൻ വ്യക്തമാക്കി. പൂപ്പാറ വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 13 റീസർവേ നമ്പർ 212/1 ഉൾപ്പെട്ട സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം 2021 റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ച് ഏറ്റെടുത്തത്. ഇതേ ഭൂമി വീണ്ടും കയ്യേറി കൃഷി നടത്തുകയാണ് ചെയ്തത്. പരിസ്ഥിതിലോല പ്രദേശമായ ഇവിടെ 2020 വ്യാപകമായി നീലക്കുറിഞ്ഞികൾ പൂവിട്ടിരുന്നു. പുൽമേടുകളിൽ നിറഞ്ഞു നിന്നിരുന്ന നീലക്കുറിഞ്ഞികളടക്കം വ്യാപകമായി നശിപ്പിച്ചാണ് കയ്യേറ്റം നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ രംഗത്തെത്തിയിരിക്കുന്നത്. മതികെട്ടാൻ ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന പരിസ്ഥിതി പ്രാധാന്യമുള്ള പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ മലമുകളിലെ കയ്യേറ്റം പൂർണ്ണമായി ഒഴിപ്പിക്കണമെന്നും പ്രദേശം പരിസ്ഥിതി പ്രാധാന്യത്തോടെ സംരക്ഷിക്കണമെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇത് ധാരാളം പുൽമേടുകൾ നിറഞ്ഞ തോണ്ടിമല ഭാഗത്ത് ഇതെല്ലാം ചെത്തി നശിപ്പിച്ചുകൊണ്ട് ഏലകൃഷിക്കായി കടന്നുകയറിയ ആളുകൾ ടൺ കണക്കിന് രാസവളവും കീടനാശിനിയും പ്രയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഏലകൃഷി നടത്തുന്നതും. അതുപോലെ ഇവിടുത്തെ പുൽമേടുകൾ എല്ലാം ചെത്തി നശിപ്പിച്ചിട്ടാണ് ഇവർ ഏലകൃഷി ചെയ്തിരിക്കുന്നത്. പുൽമേടുകൾ നശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നീലക്കുറിഞ്ഞിയും അവർ അപ്പാടെ ചെത്തി നശിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്തു നിന്നും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനു മുമ്പ് കയ്യേറ്റം ഒഴിപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ വീണ്ടും ഏലകൃഷിക്കായി ആളുകൾ കയ്യേറിയിരിക്കുകയാണ്. പ്രദേശത്തുള്ള പട്ടയങ്ങളെ സംബന്ധിച്ചും വിശദമായി അന്വേഷണം നടത്തണമെന്നും കയ്യേറി കൃഷി ഇറക്കിയിരിക്കുന്നത് ടൂറിസം സാധ്യത മുന്നിൽ കണ്ടുള്ള ഭൂമാഫിയായുടെ നീക്കമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജന് നേരിട്ട് പരാതി നൽകുമെന്നും ഗ്രീൻ കെയർ കേരള വ്യക്തമാക്കി. സിറ്റി വിഷൻ, പൂപ്പാറ. കാട്ടുപന്നികൾ കൂട്ടത്തോടെ കൃഷിയിടങ്ങൾ ഉഴുതുമറിക്കുമ്പോഴും വെടിവെച്ച് കൊല്ലാനാകാതെ പ്രതിസന്ധിയിലാണ് ഇടുക്കിയിലെ പഞ്ചായത്തുകൾ. വെടിവെക്കാൻ അനുമതിയുള്ള ഷൂട്ടർമാരുടെ തോക്കുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ലൈസൻസ് ഇല്ലാതെ വെടിവെച്ചാൽ നിയമക്കുരുക്കുകളിൽ പെടുമോ എന്ന ഭീതി മൂലം ഷൂട്ടർമാരും പഞ്ചായത്തിന്റെ എംപാനൽ ലിസ്റ്റിൽ നിന്നും ഒഴിവാകുന്ന സാഹചര്യമാണ് നിലവിൽ. ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ്. കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ തമ്പടിക്കുന്ന സാഹചര്യമുണ്ടായതോടെ പല മേഖലകളിലും കർഷകർ കിഴങ്ങുവർഗ കൃഷി ഉപേക്ഷിച്ച സാഹചര്യവും നിലവിലുണ്ട്. അംഗീകൃത ഷൂട്ടർമാർക്ക് പന്നിയെ വെടിവെക്കാമെങ്കിലും ഇടുക്കിയിൽ ഇതിനും കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. പഞ്ചായത്തുകളുടെ എംപാനലിലുള്ള ഷൂട്ടർമാരുടെ തോക്കുകളുടെ ലൈസൻസ് പുതുക്കി നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ നവംബർ മാസം മുതൽ തോക്കുകളുടെ ലൈസൻസ് ജില്ലാ ഭരണകൂടം പുതുക്കി നൽകിയിട്ടില്ല. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓഫീസിൽ നിന്നാണ് തോക്കുകളുടെ ലൈസൻസ് പുതുക്കി നൽകേണ്ടത്. എന്നാൽ കഴിഞ്ഞ 9 മാസമായി ഇതിന് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഷൂട്ടർമാർ പറയുന്നു. നൽകുന്നില്ല. ഒത്തിരി പേരുടെ പേപ്പർ കാര്യങ്ങളെല്ലാം ആയി റിപ്പോർട്ടുകളെല്ലാം ചെന്ന് എൻ്റെ ഹിയറിംഗ് കഴിഞ്ഞാണ്. ADM ഹിയറിംഗിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ജനുവരി മാസത്തിൽ. ജനുവരിയാണോ ഫെബ്രുവരിയാണെന്ന് ഉറങ്ങുന്നില്ല. ഹിയറിംഗ് കഴിഞ്ഞാണ്. സാധാരണഗതിയിൽ ഹിയറിംഗ് കഴിഞ്ഞാൽ അന്നേരം തന്നെ ലൈസൻസ് നമുക്ക് പുതുക്കി തന്നു വിടണമാണ്. ഇപ്പോൾ ഇത്രയും മാസമായിട്ടും ഒരു നടപടിയും ആയിട്ടില്ല. 40-ലധികം ഷൂട്ടർമാരുടെ തോക്കുകളുടെ ലൈസൻസാണ് പുതുക്കി നൽകാനുള്ളത്. നിയമത്തിന്റെ നൂലാമാലകൾ ഏറെയുള്ളതിനാൽ പഞ്ചായത്തുകളും കാട്ടുപന്നികളെ വെടിവെക്കുവാൻ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ല. മാത്രവുമല്ല, കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് നൂലാമാലകളും ഏറെ. അപേക്ഷ വയ്ക്കുന്ന സർവേ നമ്പറുകളിലുള്ള സ്ഥലത്ത് തന്നെ ഇവയെ വെടിവെച്ചിടണം. ലൈസൻസ് സമയബന്ധിതമായിട്ട് ലൈസൻസുകൾ പുതുക്കി കൊടുക്കുന്നില്ല. 2, എനിക്ക് ലൈസൻസ് തന്നിരിക്കുന്ന എൻ്റെ സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന സ്ഥലത്ത് മാത്രമാണ് എനിക്കിത് ഉപയോഗിക്കാൻ കഴിയൂ. മറ്റൊരാളുടെ കൃഷി സംരക്ഷിക്കാനോ എൻ്റെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വേറെ ആരുടെയും കൃഷി സംരക്ഷിക്കാൻ എനിക്ക് അധികാരമില്ല. ജില്ലയിൽ ഇരട്ടയാർ പഞ്ചായത്തിൽ മാത്രമാണ് ഇതുവരെ കാട്ടുപന്നികളെ വെടിവെച്ചത്. പീരുമേട്, ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലെ വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോഴും കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. ഇവിടെയൊന്നും പന്നികളെ വെടിവെക്കുവാനും കഴിഞ്ഞിട്ടില്ല.
പ്രശ്നപരിഹാരത്തിന് കാലാനുസൃതമായ മാറ്റമുണ്ടാക്കണമെന്ന ആവശ്യവും പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുന്നോട്ട് വയ്ക്കുന്നു. ഈ കാട്ടുപന്നിയെ വെടിവെക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരം കൊടുത്താൽ ആ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തോക്ക് ലൈസൻസ് ഉള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത്. കാരണം അവർ പറയുന്നത് അവരുടെ തോക്കിൻ്റെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നില്ല. തോക്ക് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷകൾക്ക് അനുമതി ലഭിക്കണമെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ അറിയിപ്പുണ്ടാകണമെന്നാണ് ADMന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഇടുക്കിയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ഉത്തരവിന് കാത്തിരിക്കുന്നതെന്നാണ് ADMന്റെ ഓഫീസ് വിശദീകരിക്കുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. LP സ്കൂൾ കെട്ടിടത്തിലെ പരിമിതമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ കലാലയമുണ്ട് ഇടുക്കിയിൽ. ശാന്തൻപാറ ഗവൺമെന്റ് ആർട്സ് സയൻസ് കോളേജ്. 2018 ആരംഭിച്ച കോളേജിനായുള്ള കെട്ടിട നിർമ്മാണം വർഷങ്ങളായി പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ പ്രഖ്യാപനങ്ങളോടെയാണ് ഇടുക്കിയിലെ മൂന്നാമത്തെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയ ശാന്തൻപാറ കോളേജ് ആരംഭിച്ചത്. പൂപ്പാറ LP സ്കൂളിന്റെ കെട്ടിടത്തിലാണ് നിലവിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. കോളേജിനായി റവന്യൂ വകുപ്പിൽ നിന്ന് സ്ഥലവും വിട്ടു നൽകി. കെട്ടിട നിർമ്മാണത്തിനായി സർക്കാർ ആദ്യം 7 കോടി രൂപ അനുവദിച്ചെങ്കിലും 3 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ ഭരണാനുമതി നഷ്ടമായി. കഴിഞ്ഞ ബഡ്ജറ്റിൽ വീണ്ടും 20 കോടി അനുവദിച്ചെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം റിവൈസ് എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതിനാൽ ടെൻഡർ നടപടികൾ വൈകുകയാണ്. 2018 7 കോടി രൂപ അനുവദിച്ച് ഏകദേശം 6-7 വർഷം പിന്നിട്ടിട്ട് ഇതുവരെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഭരണാനുമതിയും നഷ്ടമായി. കഴിഞ്ഞ ബജറ്റിൽ 20 കോടി രൂപ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടക്കുന്നതിന് വേണ്ടി കൃത്യമായ ബജറ്റിൽ മാറ്റിവെച്ചിരുന്നു. എന്നാൽ റിവേഴ്സ് എസ്റ്റിമേറ്റ് കൃത്യമായ രീതിയിൽ പൊതുമരാമത്ത് വിഭാഗം നൽകിയിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഇന്ന് നടപടികൾ വെറും പേപ്പറിൽ മാത്രം മുന്നോട്ട് പോകുക. കോളേജ് ഹോസ്റ്റലും കെട്ടിടവും ഉൾപ്പെടെ 105 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് മുൻപ് തയ്യാറാക്കിയത്. നിലവിലെ ടെൻഡർ നടപടികൾ പൂർത്തിയായി നിർമ്മാണം ആരംഭിച്ചാൽ 40 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷ. അപര്യാപ്തതകളുടെ നടുവിലാണ് നിലവിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് കോളേജിന്റെ പ്രവർത്തനം മാറ്റാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ട്. ഇത് കൺസ്ട്രക്ട് ചെയ്ത് വരാൻ എന്തായാലും 3 വർഷം എങ്കിലും എടുക്കുമെന്നുള്ളത് കൊണ്ട് ഗവൺമെന്റിനെ സമീപിക്കുകയും നമ്മളുടെ പരാധീനതകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കിംഫ്രയിൽ കിംഫ്ര ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ ഏകദേശം 30,000 സ്ക്വയർ ഫീറ്റോളം വേക്കൻ്റ് ആയിട്ടുണ്ട്. നേരെ ആ 30,000 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തിയായി വരുന്നുണ്ട്. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. അതിൻ്റെ റെൻറ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് ബാക്കി എല്ലാ അപ്രൂവലും തന്നു. ബിരുദാനന്തര കോഴ്സുകളിലായി 300 സീറ്റുകൾ ഉണ്ടെങ്കിലും കോളേജിലെ അപര്യാപ്തതകൾ മൂലം ഓരോ വർഷവും അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കുറയുകയാണ്. സിറ്റി വിഷൻ, പൂപ്പാറ. കേരള സ്പോർട്സ് കൗൺസിലിന് കീഴിൽ ഇടുക്കി നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന സെൻട്രലൈസ്ഡ് സ്പോർട്സ് ഹോസ്റ്റൽ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. നെടുങ്കണ്ടത്തേക്ക് സ്പോർട്സ് കൗൺസിൽ കുട്ടികളെ അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഈ അധ്യയന വർഷം ഇവിടേക്ക് പുതുതായി എത്തിയത് ഒരു കായിക താരം മാത്രം. 2008 നെടുങ്കണ്ടത്ത് ആരംഭിച്ച സ്പോർട്സ് ഹോസ്റ്റലിൽ തുടക്കത്തിൽ 98 താരങ്ങളാണ് ഉണ്ടായിരുന്നത്. ജൂഡോ, അത്ലറ്റിക്, ആർച്ചറി എന്നീ ഇനങ്ങളിൽ പരിശീലനമുണ്ടായിരുന്നു. ജൂഡോയിൽ 5 താരങ്ങൾ അന്തർദേശീയ മത്സരങ്ങളിൽ വരെ നേട്ടം സ്വന്തമാക്കിയതുൾപ്പെടെ നെടുങ്കണ്ടത്തെ കുട്ടികൾ മികച്ച നേട്ടമാണ് ഇക്കാലയളവിൽ സ്വന്തമാക്കിയത്. എന്നാൽ പിന്നീട് സ്റ്റേഡിയമില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി അത്ലറ്റിക് വിഭാഗം നിർത്തി. തുടർന്ന് ജൂഡോയിലും ആർച്ചറിയിലുമായി 60ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. ഈ വർഷം മുതൽ ആർച്ചറിയുടെ പരിശീലനവും അവസാനിപ്പിച്ചു. അവശേഷിച്ച ജൂഡോയ്ക്കായി ഈ വർഷം സ്പോർട്സ് കൗൺസിൽ പുതിയതായി അയച്ചത് ഒരാളെ മാത്രം. പെൺകുട്ടികളടക്കം 11 പേരാണ് നിലവിൽ ഇവിടെയുള്ളത്. നെടുങ്കണ്ടത്ത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിന്തറ്റിക് സ്റ്റേഡിയം പൂർത്തിയായതോടെ അത്ലറ്റിക് പരിശീലനം പുനരാരംഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അതും ഉണ്ടായിട്ടില്ല. കുട്ടികളുടെ അല്ലെങ്കിൽ താമസത്തിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത്രയും നാൾ ഈ 98 കുട്ടികൾ ആവശ്യ പരിശീലനം നേടുകയും കുട്ടികൾക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടായിരുന്നു. ദേശീയ തലങ്ങളിലും അന്തർദേശീയ തലങ്ങളിലും ജൂഡോയെ സംബന്ധിച്ച് അന്തർദേശീയ താരങ്ങൾ നമ്മളിവിടുന്ന് ഉണ്ടായി. അവരെല്ലാം വിവിധ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നു. മറ്റ് ഈവന്റുകളും ആർച്ചറി അതൽസ് മോശമല്ലാത്ത രീതിയിലുള്ള കുട്ടികളുടെ പ്രകടനമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പഞ്ചായത്ത് വാടകയ്ക്കെടുത്ത് നൽകിയിരുന്ന കെട്ടിടത്തിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ഹോസ്റ്റലിന്റെ പ്രവർത്തനം. സ്പോർട്സ് ഹോസ്റ്റലിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലം കൈമാറിയിരുന്നു. 5 കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തി. എന്നാൽ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. അടിയന്തരമായി കെട്ടിടം നിർമ്മിച്ചില്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികൾ പോലും
നെടുങ്കണ്ടം ഹോസ്റ്റൽ ഉപേക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ കണ്ണമ്പടി വാർഡിൽ വാക്കത്തി, മേമാരി തുടങ്ങിയിടത്ത് നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പേ മുഴുവൻ തുകയും മാറിയത് സംഘം ചേർന്നുള്ള കൊള്ളയെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ഉപ്പുതറ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വർക്കിന്റെ ബിൽ മാറുമ്പോൾ AE സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ ലോഗിനിയിലേക്കാണ് ബിൽ ചെല്ലുന്നത്. ഇത് പ്രസിഡന്റ് വെരിഫൈ ചെയ്ത ശേഷം അക്കൗണ്ടിന്റെ ലോഗിനിയിലും ഇവിടെ നിന്നും വെരിഫൈ ചെയ്ത ശേഷമാണ് സെക്രട്ടറി ലോഗിനിൽ ബിൽ എത്തുന്നത്. സെക്രട്ടറി ലോഗിനിൽ എത്തിയ ബിൽ ഫൈനൽ അപ്രൂവലിനായി പ്രസിഡന്റിന്റെ ലോഗിനിൽ തിരിച്ചെത്തുന്നു. 2 പ്രാവശ്യം ബിൽ കണ്ട് ബോധിച്ച പ്രസിഡന്റ് അപ്രൂവൽ നൽകി മാറിയ തുക താൻ അറിയാതെയാണെന്ന പ്രസ്താവന വിശ്വാസയോഗ്യമല്ല. ഇത് സംഘം ചേർന്നുള്ള കൊള്ളയാണെന്നും 2 തവണയായി പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതി അഴിമതിയുടെ കൂമ്പാരമായിരിക്കുന്നുവെന്നും ഉപ്പുതറയിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ പഞ്ചായത്ത് പ്രസിഡന്റും LDF നേതൃത്വവും തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ തുക എന്ന് പറയുന്നത് ചെറുതല്ല. 4 ലക്ഷം രൂപ ഉള്ള ലൈഫ് ഫീഡിന്റെ തുക പോലെയല്ല. ഇതാ എന്ന് പറയുന്നത് 34,24,537 രൂപയുടെ ഒരു ബില്ല് മാറുമ്പോൾ അതിൽ ലോഗിനിൽ കയറി അതിന്റെ അപ്രൂവൽ കൊടുക്കുമ്പോൾ പ്രസിഡന്റ് എന്ന് പറയുന്നയാള് ഇത്രയും വലിയ ഒരു വർക്ക് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോയി നോക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനില്ലേ? 3 വർഷങ്ങൾക്ക് ശേഷം അഴിമതി പുറത്തു വരുമ്പോൾ ഈ വർക്കുകൾ എടുത്ത കരാറുകാരൻ ബിൻഡോ ബേബി ഇപ്പോൾ യൂറോപ്പിൽ ജോലി ചെയ്തു വരികയാണ്. ഇയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്ത ശേഷമാണ് വിദേശത്തേക്ക് പോയിരിക്കുന്നത്. ഏതൊക്കെ പഞ്ചായത്തിൽ കരാർ എടുത്തിട്ടുണ്ടോ ആ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം പഞ്ചായത്തുമായി യാതൊരുവിധ കരാറും നിലവിലില്ല എന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കൂ. ഇതും പ്രസിഡന്റ് അറിയാതെയാണ് നടന്നതെന്ന് പറഞ്ഞാൽ പൊതുജനം വിശ്വസിക്കില്ല. എംബുക്കും എസ്റ്റിമേറ്റും പരിശോധിച്ച അനധികൃതമായി തുക മാറിയിട്ടുണ്ടെങ്കിൽ തുക തിരികെ പിടിക്കാനും തുക നൽകാൻ കൂട്ടുനിന്ന പ്രസിഡന്റ്, ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അരുൺ പൊടിപ്പാറ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, നേതാക്കളായ ജോർജ് ജോസഫ്, VK കുഞ്ഞുമോൻ, PM വർക്കി, പൊടിപ്പാറ, PT തോമസ് പാഴിയാങ്കൽ, സിനി ജോസഫ്, ജോണി ഇഞ്ചിപ്പറമ്പിൽ, ജയരാജസ്, രശ്മി PR, ഓമന സോദരൻ, IB പൗലോസ്, ശിവകുമാർ C, ബിജോ വെട്ടിക്കുഴി ചാലിൽ, ജോണി ഇടിഞ്ഞുപുഴ, ശാന്തമ്മ ബാബു എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. തൊടുപുഴ മുട്ടത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ച് കത്തിനശിച്ചു. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറിനാണ് തീ പിടിച്ചത്. വാഹനത്തിൽ നിന്ന് പുകയുയരുന്നത് കണ്ട യാത്രക്കാർ ഇറങ്ങി മാറിയതിനാൽ വൻ അപകടം ഒഴിവായി. യാത്രക്കാർ മാറിയതിന് പിന്നാലെ കാറിന്റെ മുൻഭാഗത്തു നിന്നും വലിയ തോതിൽ തീ ആളിപ്പടർന്നു. ഇതോടെ നാട്ടുകാർക്കും തീ അണയ്ക്കാൻ കഴിയാതെ വന്നു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. സംഭവത്തെ തുടർന്ന് തൊടുപുഴ ഈരാറ്റുപേട്ട റോട്ടിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.
62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. വെള്ളത്തൂവൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സമരം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. മാലിന്യ പരിപാലന കേന്ദ്രത്തിന്റെ കാര്യത്തിലടക്കം അഴിമതി ആരോപണവുമായിട്ടാണ് കോൺഗ്രസ് പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. മുതുവാൻകുടിയിൽ പ്രവർത്തിക്കുന്ന വെള്ളത്തൂവൽ പഞ്ചായത്തിന്റെ മാലിന്യ പരിപാലന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പഞ്ചായത്തിലെ പ്രതിപക്ഷം അഴിമതി ആരോപണം ഉയർത്തുന്നുണ്ട്. മാലിന്യം തരംതിരിച്ച് വിറ്റതിലടക്കം ക്രമക്കേട് നടന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. പ്രതിപക്ഷ ആരോപണത്തിന് പിന്നാലെയാണ് വിഷയം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. പഞ്ചായത്തിൽ വികസന മുരടിപ്പും അഴിമതിയുമെന്നാരോപിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാരെ പോലീസ് പഞ്ചായത്ത് കവാടത്തിൽ തടഞ്ഞു. കോൺഗ്രസ് വെള്ളത്തൂവൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിലെ ജനങ്ങൾ ആ ജനങ്ങളുടെ അവരുടെ താല്പര്യമനുസരിച്ചുള്ള വികസനത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ, വികസനം കൊതിക്കുന്ന മേഖലകളിൽ വികസനത്തെ കൊണ്ടുപോകാൻ, വികസനം വളർത്തിയെടുത്തുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ മേഖലകളിലെല്ലാം തോണിലും തുരുമ്പിലും ഐക്യജനാധിപത്യങ്ങളുടെ സന്ദേശം എത്തിക്കുവാൻ ഈ പഞ്ചായത്തിലെ സഹപ്രവർത്തകർക്ക് കഴിയും. കഴിഞ്ഞ 9 വർഷമായി പഞ്ചായത്തിൽ വികസന മുരടിപ്പെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ പുഴയിൽ നിന്നും വാരി സൂക്ഷിച്ചിരുന്ന മണൽ സംബന്ധിച്ചും മുതുവാൻകുടിയിലെ പഞ്ചായത്തിന്റെ നീന്തൽക്കുളം സംബന്ധിച്ചും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടും കോൺഗ്രസ് വിവിധ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രതിഷേധ സമരത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CD ടോമി അധ്യക്ഷത വഹിച്ചു. AP ഉസ്മാൻ, ബാബു P കുര്യാക്കോസ്, ജോർജ് തോമസ്, AN സജികുമാർ, പയസ് M പറമ്പിൽ, റോയി പാലക്കൽ തുടങ്ങി വിവിധ നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറ 10-ാം മൈലിന് സമീപം വാഹനാപകടം. കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ വാഹനയാത്രികർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറ 10-ാം മൈലിന് സമീപം രാവിലെയായിരുന്നു അപകടം സംഭവിച്ചത്. ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് അടിമാലിക്ക് വരികയായിരുന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ആശുപത്രിയിലേക്ക് പോകുകയായിരുന്ന രാജാക്കാട് സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നതെന്നാണ് വിവരം. അപകടത്തിൽ കാർ യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗത്തിന് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു. സിറ്റി വിഷൻ, അടിമാലി. വനമഹോത്സവത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് വനം വകുപ്പ്. അന്തർ സംസ്ഥാന പാതയും ശുചീകരണ പ്രവർത്തനവും പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്ന സസ്യങ്ങൾ നീക്കം ചെയ്യും. കുട്ടികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. മൂന്നാർ റേഞ്ചിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 7-ാം തീയതി പരിപാടിക്ക് സമാപനമാകും. 7 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വനമഹോത്സവ പരിപാടികൾക്ക് കഴിഞ്ഞ 1-ാം തീയതിയാണ് മൂന്നാറിൽ തുടക്കമായത്. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാത വിദ്യാർത്ഥികളുടെയും വനപാലകരുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയായിരുന്നു പരിപാടികളുടെ തുടക്കം. തുടർന്ന് നയമക്കാട് ഭാഗത്ത് വനപാലകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കുന്ന സസ്യങ്ങൾ നീക്കം ചെയ്തു. കൂടാതെ ആംഗ്ലോ ഇന്ത്യൻ തമിഴ് മീഡിയം സ്കൂളിലെ കുട്ടികൾക്കായി പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. പക്ഷി നിരീക്ഷണം, വിത്തൂട്ട തുടങ്ങിയ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി ഇനിയും നടത്തപ്പെടും. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ കാശ് മുടക്കിയാണ് ഇവിടെ വരുന്നത്, മൂന്നാർ കാണാൻ വരുന്നത്. നിങ്ങൾ എങ്ങനെയാ മൂന്നാറിൽ തന്നെ ജനിച്ചു വളർന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിവിടെ ജീവിക്കുന്നവരാണ് അല്ലേ? ബാക്കി വിദേശ രാജ്യങ്ങളിലുള്ള ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ മൂന്നാറിന്റെ ഭംഗി കാണാൻ, മൂന്നാറിലെ വനങ്ങൾ കാണാൻ, മൂന്നാറിലെ ആനകളെ കാണാനൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നു? പണം മുടക്കിയാണ് ഇവിടെ എത്തുക. നിങ്ങളെല്ലാവരും ആനയെ കണ്ടുണ്ടോ? എല്ലാവരും അല്ലേ? അപ്പോഴാ ഈ വനങ്ങളും ഈ വന്യജീവികളും ആനയൊക്കെ ഉള്ള ജീവികൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കപ്പെടണം, വേണ്ടേ? ചിത്രരചനാ മത്സരത്തിൽ വിദ്യാർത്ഥികളായ ജോഷുവ 1-ാം സ്ഥാനവും
ദർശിനി 2ാം സ്ഥാനവും രാധിക 3ാം സ്ഥാനവും നേടി. വരുന്ന 7-ാം തീയതി മനുഷ്യ-വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടിയോടെ വനമഹോത്സവത്തിന് സമാപനമാകും. സിറ്റി വിഷൻ, മൂന്നാർ. ദേവികുളം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണവും കെ ദാമോദരൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അടിമാലി നാഷണൽ ലൈബ്രറി ഹാളിലായിരുന്നു ദേവികുളം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണവും കെ ദാമോദരൻ അനുസ്മരണവും സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ദേവികുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് K ശിവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PN ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങളൊക്കെ മാർഗാണ് ഒട്ടേറെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ തരത്തിലേക്ക് അവർക്ക് മാറാൻ കഴിയുമെങ്കിൽ ദേവികുളം താലൂക്കിൽ കഴിഞ്ഞ 10 വർഷം ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച വിനൂസ് കറിയയ്ക്ക് ചടങ്ങിൽ ആദരവൊരുക്കി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം TR ഹരിദാസ് പ്രഭാഷണവും TM ഗോപാലകൃഷ്ണൻ വിഷയാവതരണവും നടത്തി. PN ചെല്ലപ്പൻ നായർ, രവികുമാർ CS എന്നിവർ സംസാരിച്ചു. മലബാർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്നു K ദാമോദരൻ. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റവന്യൂ ഭൂമി കയ്യേറി കോടികളുടെ പാറ ഖനനം നടത്തിയവർക്കെതിരെ നടപടികൾ വൈകുന്നു. ഉടുമ്പുചോല പഞ്ചായത്തിലെ CHR ചേർന്നുള്ള റവന്യൂ ഭൂമിയിൽ നിന്ന് പൊട്ടിച്ചു കടത്തിയത് കോടികളുടെ പാറ. തോണ്ടിമലയിലെ കയ്യേറ്റത്തിനെതിരെ പരിസ്ഥിതി സംഘടനകൾ രംഗത്ത്. കയ്യേറ്റം ഒഴിപ്പിച്ച പ്രദേശം അതീവ പരിസ്ഥിതി പ്രാധാന്യത്തോടെ സംരക്ഷിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകൻ K ബുൾബേന്ദ്രൻ. കാട്ടുപന്നികളെ വെടിവെക്കാനാകാതെ പഞ്ചായത്തുകൾ. വെടിവെക്കാൻ അനുമതിയുള്ള ഷൂട്ടർമാരുടെ തോക്കുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പുതുക്കാത്തത് 40 ലൈസൻസുകൾ. കേരള സ്പോർട്സ് കൗൺസിലിന് കീഴിൽ ഇടുക്കി നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന സെൻട്രലൈസ്ഡ് സ്പോർട്സ് ഹോസ്റ്റൽ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഈ അധ്യയന വർഷം ഇവിടെ എത്തിയത് ഒരു കായിക താരം മാത്രം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.